കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുധീഷിനെ ചതിക്കാനുള്ള പദ്ധതിയുമായി തന്റെ ബിസിനസ് ഡീൽ ഏൽപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് രാജീവ്. സുധീഷിന് ബുദ്ധിമുട്ടാവോ? ഒരു പണി ഏൽപ്പിക്കുകയാണെന്ന് കരുതരുത്, സ്വന്തം കാര്യം പോലെ കണ്ടാ മതി. വേറെ ആരെയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്തോണ്ടാ, ഒന്ന് പോയിട്ട് വരാവോ എന്ന് രാജീവ് കേണപേക്ഷിക്കേ സുധീഷും ഒരു പരുങ്ങലോടെ അല്ല അതിപ്പോ എന്ന് പറഞ്ഞു നിൽക്കേ, സുധീഷെ ഞാൻ ചെയ്യേണ്ട കാര്യമായിരുന്നു, പക്ഷേ ഈ കാലം വെച്ച് ഇന്ന് എനിക്ക് പറ്റാത്തോണ്ടാ പ്ലീസ് എന്ന് അരുണും പറയുന്നുണ്ട്. ഒന്ന് പോയിട്ട് വാ സുധീഷെ എന്ന് രാജീവ് വീണ്ടും നിർബന്ധിക്കുന്നത് കാണേ സുധീഷ് അന്ന് രാജീവ് തന്നെ ആദ്യമായി വെല്ലുവിളിച്ച കാര്യം ഓർത്തെടുക്കുകയാ. ഇന്ന് മുതൽ 7 ദിവസത്തിനകം അവൾ നിന്നെ ഉപേക്ഷിച്ച് എന്റെ വീട്ടിലേക്ക് വന്നിരിക്കും എന്ന് രാജീവ് വെല്ലുവിളിച്ചത് ഓർത്തു നിൽക്കേ, എന്താ സുധീഷ് ആലോചിക്കുന്നേ എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. അച്ഛൻ അത്രയും അത്യാവശ്യമുള്ളോണ്ടല്ലേ, ഒന്ന് പോയിട്ട് വന്നൂടെ എന്ന് നിധിയും. സുധീഷേ പ്ലീസ് എന്ന് രാജീവ് വീണ്ടും പറയേ, ഒന്നും നോക്കണ്ട പോയിട്ട് വാ, അച്ഛൻ പറഞ്ഞ രീതി കണ്ടില്ലേ, ഇങ്ങനൊന്നും ആരോടും സംസാരിക്കാത്തയാളാ, ചെല്ലേ പ്ലീസ് എന്ന് നിധിയും അപേക്ഷിക്കുന്നത് കാണേ സുധീഷ് സമ്മതിക്കുന്നുണ്ട്. അത് കാണേ സുധീഷ് പോയിട്ട് വരമച്ച എന്ന് സന്തോഷത്തോടെ നിധി പറയേ, ആശ്വാസമായി മോളെ, ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് രാജീവ് അകത്തേക്ക് പോവുകയാ. തിരികെ എത്തിയ രാജീവ് ഒരു ബാഗിൽ നിറയെ ക്യാഷും ഗോൾഡ് കോയിൻസും ബിസ്ക്കറ്റും എല്ലാം അടുക്കി വെക്കാൻ തുടങ്ങുകയാ. അതുകൊണ്ട് അമ്പരപ്പോടെ നിൽക്കുകയാണ് സുധീഷും നിധിയുമെല്ലാം. ഇതാണോ കൊണ്ടുപോവേണ്ടത് എന്ന് നിധി അച്ഛനോട് ചോദിക്കേ, അതേ മോളെ, ഒരു ഡീൽ ഉറപ്പിച്ചതിന്റെ ഭാഗമായി കൈമാറേണ്ടതാ. ത്രൂ ബാങ്ക് പറ്റില്ല, പകുതി ക്യാഷും പാതി സ്വർണവുമായിട്ടാ കൈമാറാമെന്ന് പറഞ്ഞത്, അതാ അതുകൊണ്ടാ വിശ്വസ്തനായ ഒരാളെ മാത്രമേ പറഞ്ഞയക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ ആ ബാഗ് സുധീഷിന് നേരെ നീട്ടിക്കൊണ്ട്, ഇതാ ഇത്രയും പണമായിട്ട് പോകുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കണ്ട, ബാഗ് വണ്ടിയിലുള്ള കാര്യം ഓർക്കുകയേ വേണ്ട, കാഷ്വലായി പോകുന്ന പോലെ പോയാൽ മതി, ഒരു ടെൻഷനും വേണ്ട, ദാ വാങ്ങിക്കെന്ന് പറഞ്ഞ് അവന് നേരെ നീട്ടുകയാണ്. വാങ്ങിക്കോളൂ എന്ന് നിധിയും പറയുന്നുണ്ട്. നേരെ ഹൈവേ വഴി പോയാൽ മതി, പോലീസ് ചെക്കിംഗ് ഒന്നും അങ്ങനെ കാണില്ല, അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് വീണ്ടും ആ ബാഗ് നീട്ടെ സുധീഷ് അത് വാങ്ങിക്കുകയാ. വീണ്ടും രാജീവ് പറയുന്നുണ്ട്, സുധീഷ് ഇവിടെ ഉണ്ടായത് ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയേനെ, എന്നാ ഇറങ്ങിയാലോ എന്ന് ചോദിച്ച് രാജീവ് വണ്ടിയുടെ കീ എടുക്കാനായി പോകുമ്പോഴേക്കും സുധീഷ് ആലോചനയോടെ ടെൻഷനോടെ നിൽപ്പാ. അത് കാണാൻ നിധിയും മുഖമെന്താ ഇങ്ങനെ, ഒരു കള്ളത്തരഭാവം, ഒരു പേടി എന്നൊക്കെ ചോദിക്കേ അവനും ഒരു ചിരി വരുത്തി, ഏയ് എനിക്കോ നല്ല കാര്യം എന്ന് പറയുകയാ. രാജീവ് അപ്പോഴേക്കും വണ്ടിയുടെ കീ അവന് കൊടുത്ത് പോവേണ്ട ലൊക്കേഷൻ സുധീഷിന്റെ മൊബൈലിലേക്ക് അയക്കുകയാ. ശരി, പിന്നെ ആ ചെട്ടിയാരുടെ നമ്പർ കൂടി ഒന്ന് അയച്ചേക്കണേ എന്ന് സുധീഷ് പറയേ, അതെന്തിനാ എന്ന് രാജീവും. അല്ല എന്തേലും കൺഫ്യൂഷൻ വന്നാൽ വിളിക്കാലോ എന്ന് സുധീഷ് പറയേ, അത് കൊടുത്തേക്കച്ച. സുധീഷിന് കൺഫ്യൂഷൻ ഒന്നും വേണ്ടെന്ന് അരുണും. അത് സംബന്ധിച്ച് രാജീവും ചെട്ടിയാരുടെ നമ്പർ സുധീഷിന്റെ മൊബൈലിലേക്ക് അയക്കുകയാ. അപ്പൊ ശരിയെന്നാ വരട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് യാത്ര പറഞ്ഞിറങ്ങേ. നിധിയും രാജീവും ഹേമയും എല്ലാം അവന്റെ പുറകെ പോവുകയാ. സോഫയിൽ ഇരിക്കുന്ന അരുണിനോട് ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് സാന്ദ്ര ചോദിക്കേ, കുഴപ്പമില്ലെന്ന് ചിരിയോടെ അവനും. വണ്ടിയുടെ അരികിലെത്തിയ സുധീഷും ആ ബാഗ് പുറകിലെ സീറ്റിലേക്ക് വെക്കുമ്പോഴേക്കും കൂടെയുള്ള നിധിയും പറയുന്നുണ്ട്, സൂക്ഷിച്ചു പോണേ, എവിടെയും നിർത്തണ്ട, നേരെ പൊയ്ക്കോളൂ എന്ന്. അത് സംബന്ധിച്ച് സുധീഷ് അവളോട് യാത്ര പറഞ്ഞു പോവേ. സിറ്റൗട്ടിൽ നിൽക്കായിരുന്ന ഹേമയും രാജീവും സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയാ. അവിടെ പണി സൈറ്റിൽ ജോലിയിലായിരുന്ന സുഭാഷ് തന്റെ ജോലിക്കാരനെ ഫുഡ് കഴിക്കാനായി വിളിക്കുക. ഡാ ബിജു വാ, കഴിച്ചിട്ടാവാം ഇനി എന്ന് സുഭാഷ് വിളിക്കേ. ഇതുകൂടി തീർത്തിട്ടാവാം സുഭാഷ് ഏട്ടാ, ഇതിപ്പോ തീരുമെന്ന് അവനും പറയുന്നുണ്ട്. സുഭാഷും കൈ കഴുകിക്കൊണ്ട് കഴിക്കാൻ വിളിക്കുമ്പോ അവന്റെ സ്ഥിരം പരിപാടിയാ. പണിയിൽ ആത്മാർത്ഥത കൂടുതലാണെന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ, വാ ഇനി കഴിച്ചിട്ട് മതിയെന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കേ. അവനും അത് സമ്മതിച്ച് പണി നിർത്തുകയാ. എല്ലാരും വായെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അവിനാശും അങ്ങോട്ട് എത്തുകയാ. ഭക്ഷണം കൊണ്ടുവന്നില്ലേ എന്ന് ബയ്യയോട് സുഭാഷ് ചോദിക്കേ. ദേ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവിനാശ് ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും ചാന്ദിനി അങ്ങോട്ട് ഫുഡുമായി വരുന്നുണ്ട്. അത് കണ്ട സുഭാഷും, ഈ വെയിലത്ത് എന്തിനാ ബയ്യ ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കാൻ നിന്നത്, ഇത്രയും ദൂരം വരണ്ടേ എന്ന് ചോദിക്കേ. അവള് പറഞ്ഞാ കേക്കണ്ടേ, വീട്ടിലിരിക്കുകയല്ലേ, ഫുഡ് കൊണ്ടുവരാമെന്ന് അവൾ തന്നെയാ പറഞ്ഞത് എന്ന് ബയ്യ പറയുമ്പോഴേക്കും ചാന്ദിനിയും അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു. എന്തിനു മോളെ ഇതും കൊണ്ട് വന്നത്, ഒരു ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവിനാശ് അങ്ങോട്ട് വരില്ലായിരുന്നോ എന്ന് സുഭാഷ് പറയുന്നത് ബയ്യ ഹിന്ദിയിൽ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളും ചിരിയോടെ സംജ സംജ കോയി പ്രോബ്ലം നഹി, യേ ഉത്തനാ ദൂർ നഹി ഹെ, വൈസെ ബി ഫ്രീ ഹും എന്നവൾ പറയേ. വാ കഴിക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് വിളിക്കെ. അവരെല്ലാവരും ആ നിലത്തേക്ക് ഇരിക്കുകയാ. സുഭാഷ് തന്റെ പൊതിച്ചോറ് അഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും ചാന്ദിനി തന്റെ ബിഗ് ഷോപ്പറിൽ നിന്ന് ഓരോ പാത്രങ്ങളായി പുറത്തേക്കെടുത്ത് വെക്കുക. അത് കാണേ സുഭാഷും, ഇത് കുറെ ഉണ്ടല്ലോ, ഇത്രയൊക്കെ കഴിക്കോ എന്ന് ചോദിക്കെ ഒരു ചിരിയോടെ പ്ലേറ്റിൽ ചപ്പാത്തിയും ചോറുമെല്ലാം വിളമ്പി അവൾ ബയ്യയ്ക്ക് കൊടുക്കുക. വീണ്ടും ഒരു പ്ലേറ്റിൽ ചപ്പാത്തിയും ചോറും കറികളുമെല്ലാം വിളമ്പി സുഭാഷിന് നേരെ നീട്ടിക്കൊണ്ട് ചിരിയോടെ ആപ്കെ ലിയേ എന്ന് പറയേ. അയ്യോ എനിക്കുള്ളത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പൊതിച്ചോറ് കഴിക്കാൻ തുടങ്ങിയായിരുന്ന സുഭാഷും പറയുന്നുണ്ട്. മെയ്നെ സ്യാദാ ബനായ ഹേ ആപ് ഗാവോ എന്നവൾ ചിരിയോടെ പറയേ. ഇയാള് കഴിച്ചോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്നവൾ പറയേ. എന്ന ഒരു കാര്യം ചെയ്യേ,
ഇത് ഇയാള് കഴിച്ചോ എന്ന് പറഞ്ഞ് തന്റെ പൊതിച്ചോറ് അവൾക്ക് കൊടുക്കുകയാ സുഭാഷ്. എന്നിട്ട് അവൾ നീട്ടിയ പ്ലേറ്റ് വാങ്ങി കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും താൻ ബോട്ടിലിൽ കൊണ്ടുവന്ന കറി എടുത്ത് വഴുതനങ്ങ കറിയാ, ബ്രിഞ്ചാൾ കറിയെന്ന് സുഭാഷ് പറയേ. ഹാ ഹാ എന്ന് പറഞ്ഞവളും ചിരിയോടെ അത് വാങ്ങിച്ച് തന്റെ ചോറിലേക്ക് ഒഴിച്ച് കഴിച്ച് ബഹുത് അച്ചാ ഹേ, കിസ്നെ ബനായ എന്ന് ചോദിക്കെ സുഭാഷ് സംശയത്തോടെ നോക്കിയിരിക്കണ കണ്ട് കുക്കിംഗ് എന്നവൾ ചോദിക്കുക. കുക്കിംഗ് മേരെ വീട്ടിലെ കുക്കിംഗ് എല്ലാം സബ് എന്നവൻ പറയുന്നത് കേട്ട് അത്ഭുതത്തോടെ ബഹുത് അച്ചാ ഹേ എന്നവൾ വീണ്ടും പറയേ. ഇതും അച്ചാ ഹേ എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ട് ഈ ചപ്പാത്തിയും ചോറുമൊക്കെ ആയിട്ട് നിറയെ ഐറ്റംസ് ഉണ്ടല്ലോ എന്ന് ചോദിക്കെ. ഭയ്യക്ക് ചാവൽ വേണം, എനിക്ക് ചപ്പാത്തി വേണം, ഇസ്ലിയെ ദോനും ബനായ എന്നവളും. അങ്ങനെ അവർ ഹിന്ദിയിലും മലയാളത്തിലുമായി ഓരോന്ന് സംസാരിച്ച് സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുക. അവിടെ നീതുവും ഹരീഷിനെ വിളിക്കാൻ തുടങ്ങുകയാ. മെക്കാനിക്കൽ ഷോപ്പിൽ ജോലിയിലായിരുന്നു ഹരീഷും. നീതുവിന്റെ കോൾ കണ്ട് അവനും സന്തോഷത്തോടെ എടുത്ത് ഹലോ എന്ന് ചോദിക്കെ. എന്താ എടുക്കാനൊരു താമസം എന്ന് നീതുവും. അത് ജോലിയിലായിരുന്നെന്ന് ഹരീഷ് പറയേ. ഓഹോ, സാറിന് അത്ര തിരക്കാണോ എന്ന് നീതുവും. അല്ല, അങ്ങനെയല്ല, എപ്പോഴത്തെയും പോലെ എന്ന് ഹരീഷ് പറയേ. കഴിച്ചോ എന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. ഓവെന്ന് അവനൊന്നും മോളെ ഞാൻ കഴിക്കുമെന്ന് ഇയാള് ചോദിക്കാത്തതെന്താ എന്ന് നീതുവും. അയ്യോ, ഇതുവരെ കഴിച്ചില്ലേ എന്ന് ഹരീഷ് ചോദിക്കെ. ഞാൻ കഴിച്ചു എന്നവളും. പിന്നെന്താന്ന് ഹരീഷ് ചോദിക്കെ. ഈ സമയത്ത് നീ കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ലേ, എന്നാലും ഞാനത് ചോദിച്ചില്ലേ, അതാണ് കെയർ. അത് തിരിച്ചും ചോദിക്കണം, അപ്പോഴാണ് കെയർ ഇൻ റിട്ടേൺ, മനസ്സിലായോ എന്നവൾ ചോദിക്കെ. ആണോ, അയ്യോ ഞാൻ അതറിഞ്ഞില്ല. ശരി, എന്നിട്ട് പറ എന്ന് ഹരീഷും. ഇത്രയും നേരം ഞാനല്ലേ പറഞ്ഞേ, ഇനി നീ പറ എന്ന് നീതുവും. അല്ല, ഞാൻ എന്ത് പറയാനാ എന്ന് ഹരീഷ് ചോദിക്കെ. ഒന്നുമില്ലേ എന്ന് ഞാൻ വെച്ചോട്ടെ എന്ന് നീതുവും ദേഷ്യത്തോടെ ചോദിക്കുക. അയ്യോ വെക്കല്ലേ എന്ന് ഹരീഷ് പറയേ. എന്നാ പറ എന്ന് നീതുവും. കഴിച്ചോ എന്നവൻ വീണ്ടും ചോദിക്കേ. കഴിച്ചതല്ലേ, അതല്ലേ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേ എന്നവൾ ചോദിക്കുന്നതുകൾക്ക് ഈശ്വര എന്ന് പതർച്ചയോടെ പറഞ്ഞ്. അല്ല, ഇനി രാത്രി എന്താ കഴിക്കുക എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. ഇഡലി എന്നവൾ പറയേ. പിന്നെ എന്താ, ഇനി നീ എന്തെങ്കിലും പറ എന്ന് ഹരീഷും. നീ എന്തെങ്കിലും പറ എന്ന് നീതു പറയേ. അത് എന്താണ് പറയേണ്ടതെന്നാ എന്നവൻ പറയുമ്പോഴേക്കും ചന്തവും ചായയുമായി അങ്ങോട്ടെത്തുന്നുണ്ട്. തുടങ്ങിയോ എന്നവൻ ടിറ്റോയോടായി ചോദിക്കേ. ആ തുടങ്ങി എന്ന് ടിറ്റോയും. ചന്തവും ഹരീഷിന്റെ അരിയിലേക്ക് ചായയുമായി വന്ന് ചായ കൊടുത്ത് ഹരീഷേട്ടാ ഈ ചായ കുടിച്ചിട്ട് മതിയാവോളം സംസാരിച്ചോ എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുമ്പോഴേക്കും ഹരീഷും ദേഷ്യത്തോടെ നോക്കി നിൽക്കാണ്ട് പോടാ എന്ന് വഴക്ക് പറയേ. സോറി എന്ന് പറഞ്ഞ് അവനും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. ഹരീഷും ആ ചായ അവിടെ വെച്ചുകൊണ്ട് എഴുന്നേറ്റ് നീതുവിനോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നടക്കുകയാ. സുധീഷ് അപ്പോഴവിടെ ആ ബാഗുമായി യാത്രയിലായിരുന്നു. ഇടയ്ക്ക് സംശയത്തോടെ അവൻ ബാക്ക് സീറ്റിലിരിക്കുന്ന ആ ബാഗിലേക്ക് നോക്കിക്കൊണ്ട് രാജീവ് തന്നെ വെല്ലുവിളിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാ. ഞാൻ വിചാരിച്ച ഒരാഴ്ച പോലും അവള് നിന്റെ കൂടെ ഉണ്ടാവില്ല, കാണണോ എന്ന് അന്ന് കാറിൽ വെച്ച് വെല്ലുവിളിച്ചതും ഇന്ന് വീട്ടിലും ഒരു പണി ഏൽപ്പിക്കുകയാണെന്ന് തോന്നരുത്. സ്വന്തം കാര്യം പോലെ കണ്ടാ മതി, വേറെ ആരെയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്തോണ്ടാ. ഒന്ന് പോയിട്ട് വരാവോ എന്നൊക്കെ പറഞ്ഞതോർക്കെ എന്തായിരിക്കും അയാളുടെ ഉള്ളില്. നിധിയുടെ അടുത്തു നിന്ന് ഒരാഴ്ച കൊണ്ട് എന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ ഇത്രയും വലിയ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കാൻ ഒരു സാധ്യതയുമില്ല. നിധിയോടെല്ലാം പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി ഇത് തന്നോണ്ട് വല്ല ഇടിക്കാരെ കൊണ്ടും പിടിപ്പിക്കാനാണോ? ചെട്ടിയാരെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ തന്റെ മൊബൈൽ എടുത്ത് ചെട്ടിയാരെ വിളിക്കുകയാ. ഹലോ, ഇത് സുധീഷാണേ, മറ്റേ രാജീവ് ശങ്കർ പറഞ്ഞിട്ട് എന്നവൻ പറയേ. എല്ലാം അരുൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നീ ഉടനെ വാ, ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്ന് അയാളും തമിഴിൽ പറയുകയാ. ആശ്വാസത്തോടെ ശരി സാർ എന്ന് പറഞ്ഞ് സുധീഷും കോൾ കട്ട് ചെയ്ത്. അത് ശരിയാണ്, എന്നാലും എന്നെ ഈ പണി ഏൽപ്പിച്ചത് എന്തിനാണാവോ? എന്തോ വലിയ ഡ്രാമ അയാളുടെ ഉള്ളിലുണ്ട്, അതെന്താണെന്നറിയാതെ എങ്ങനെ തിരിച്ചു കളിക്കും എന്ന് സംശയത്തോടെ മനസ്സിൽ ചിന്തിച്ച് പുറകിലിരിക്കുന്ന ആ ബാഗ് എടുത്ത് മുൻസീറ്റിലേക്ക് വെച്ച് ഇനി ഒരു പക്ഷേ അങ്ങേരുടെ മനസ്സ് മാറിയിരിക്കുവോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ യോഗ്യനായ ആളാണോ ഞാനെന്ന് ഉറപ്പുവരുത്താനായിരിക്കും ഇങ്ങനെ പരീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യം കഴിഞ്ഞാൽ എന്നെ അംഗീകരിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നിധിക്ക് പിന്നെ എന്നെ ശരിക്കും ഭർത്താവായിട്ട് അംഗീകരിക്കേണ്ടി വരും. സുധീഷേ, ഒറ്റയടിക്ക് ഡബിൾ ധമാക്കയായിരിക്കും ഇത്, അവനും സന്തോഷത്തോടെ പറയുകയാ. അവിടെ വീട്ടിൽ നീഹാരയുടെ കണ്ണുകെട്ടി നിധിയും നീഹാരയും കൂടി കളിച്ചോണ്ടിരിക്കുക. അപ്പോഴേക്കും വണ്ടിയുടെ ഹോണടികൾക്ക് നിധിയും കളി നിർത്തി ഇനി കുറച്ചു കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോഴേക്കും സിറ്റൗട്ടിലേക്ക് അരുണിനെയും കൊണ്ടുകയറിയ രാജീവിന്റെ അടുത്തേക്ക് സാന്ദ്രയും ഹേമയും ഓടിച്ചെന്ന് എന്താ ഡോക്ടർ പറഞ്ഞേ, കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഹേമയും ചോദിക്കുന്നുണ്ട്. എക്സ്റേ എടുത്തു നോക്കി, എല്ലിന് കുഴപ്പമൊന്നുമില്ല, സ്ട്രെയിനാ, 2 ദിവസം കഴിഞ്ഞാൽ ശരിയാവും എന്ന് രാജീവ് പറയുമ്പോഴേക്കും ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് സാന്ദ്ര പറയുന്നുണ്ട്. വേണ്ട മോളെ, ഭക്ഷണം റെഡിയാക്കി വെച്ചിരിക്കുകയല്ലേ, എല്ലാവർക്കും കഴിച്ചൂടെ എന്ന് ഹേമ പറയെ വാച്ചിൽ നോക്കിക്കൊണ്ട്. അതെ, ഇപ്പൊ തന്നെ നേരം വൈകി, വാ കഴിക്കാം
എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് അകത്തേക്ക് കയറി പോവുകയാ. അവിടെ സുധീഷ് കാർ ഓടിച്ചു പോകുന്ന വഴിയിൽ ഒരാൾ ആക്സിഡന്റായ മട്ടിൽ കിടന്ന് നിലവിളിക്കുകയാ. അത് കാണുന്ന സുധീഷും പെട്ടെന്ന് കാർ നിർത്തി അതിൽ നിന്ന് ഓടി ഇറങ്ങിച്ചെന്ന് ചേട്ടാ എന്തു പറ്റി? അയ്യോ ചേട്ടാ എന്തു പറ്റിയതാ ഏട്ടാ എന്ന് പറഞ്ഞ അയാളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോഴേക്കും അവിടെ നിർത്തിയിട്ട വണ്ടിയിൽ നിന്നും ഒരാൾ ഓടിച്ചെന്ന് സുധീഷിനെ പിടിച്ചു നിർത്തുകയാ. അപ്പോഴേക്കും വേറൊരുത്തൻ ഓടിച്ചെന്ന് സുധീഷിന്റെ കാറിൽ നിന്ന് പണമടങ്ങിയ ആ ബാഗ് എടുത്ത് ഓടിപ്പോവാൻ ശ്രമിക്കുന്നത് കാണാൻ സുധീഷും അത് പിടിച്ചു വാങ്ങാനായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ ആ ബാഗ് മറ്റു രണ്ടുപേർക്കും എറിഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവരത് കാറിലുള്ളയാൾക്ക് കൊടുക്കെ അയാൾ ആ ബാഗുമായി വണ്ടിയെടുത്ത് പോവുകയാണ്. അവർ 3 പേരും സുധീഷിനെ പിടിച്ചു വലിച്ച് സുധീഷിന്റെ കാറിലേക്ക് കയറ്റി എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ആരുടെ നിങ്ങളെന്ന് സുധീഷും ഒച്ച വെക്കുന്നുണ്ട്. അടങ്ങിയിരിക്കടാന്ന് അവനെ ഭീഷണിപ്പെടുത്തി പിടിച്ചു വെച്ചുകൊണ്ട് അവരാ കാറുമെടുത്ത് പോവുകയാണ്. അവിടെ നിധിയും കൂട്ടരും അപ്പോഴേക്കും വീട്ടിൽ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിരുന്നു. അമ്മ സ്നേഹത്തോടെ വീണ്ടും വീണ്ടും നിധിയുടെ പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കുമ്പോഴേക്കും മതിയെന്ന് അവളും പറയുന്നുണ്ട്. രാജീവും നിധിക്ക് മീൻ എടുത്തു കൊടുക്കുമ്പോഴേക്കും അച്ഛാ ഇതിലുണ്ട് എന്ന് നിധിയും. ഇരിക്കട്ടെ, മുള്ളുള്ള മീനിനാണ് സ്വാദ് എന്ന് പറഞ്ഞ് അമ്മ രാവിലെ വണ്ടി എടുത്തോണ്ട് പോയി വാങ്ങിച്ചു വന്നതാ. കുഞ്ഞുനാളിലെ നിനക്ക് മീൻ കഴിക്കാൻ അറിയില്ല, കഴിക്കാൻ എടുത്ത പകുതിയിലേറെ വേസ്റ്റ് ആവും. ഞാൻ തന്നെയല്ലേ മീനെടുത്ത് നിനക്ക് തരാറുള്ളത്, കഴിക്ക് എന്നച്ഛൻ സ്നേഹത്തോടെ പറയെ നിധിയും സന്തോഷത്തോടെ കഴിച്ചോണ്ടിരിക്കുക. സുധീഷ് വിളിച്ചോ മോളെ എന്ന് രാജീവ് ചോദിക്കേ. ഇല്ലച്ചാ ഇതുവരെ വിളിച്ചില്ല, ഞാൻ വിളിച്ചു നോക്കണോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. രാജീവും വാച്ചിൽ നോക്കിക്കൊണ്ട് വേണ്ട, അവിടെ എത്തേണ്ട സമയം കഴിഞ്ഞു, ചിലപ്പോ തിരിച്ച് ഡ്രൈവ് ചെയ്യായിരിക്കും, വിളിക്കണ്ട എന്ന് പറയുമ്പോഴേക്കും കഴിച്ചുകൊണ്ടിരിക്കുന്ന നിധിയുടെ തൊണ്ടയിൽ മുള്ളു കുരുങ്ങുന്നുണ്ട്. അവൾ ചുമക്കുന്ന കണ്ട് എന്ത് പറ്റി മോളെ എന്ന് അച്ഛൻ ചോദിക്കേ. മുള്ളു കുരുങ്ങി എന്നവളും. ഞാൻ മാറ്റിയിട്ടാണല്ലോ തന്നതെന്ന് രാജീവ് ചോദിക്കേ. ഇത് എനിക്ക് വെച്ച മീനിന്നാണെന്ന് തോന്നുന്നു എന്ന് നിധിയും. ഒരു ഉരുള എടുത്ത് പെട്ടെന്ന് കഴിച്ചേ, ഒറ്റയടിക്ക് പെട്ടെന്ന് വിഴുങ്ങും എന്ന് രാജീവ് പറയേ. നിധിയും ഒരു ഉരുള എടുത്ത് വിഴുങ്ങുകയാണ്. ഇതെല്ലാം കാണെ അരുൺ സംശയത്തോടെ അച്ഛനെ നോക്കുമ്പോഴേക്കും മുള്ളു പോയെന്നറിഞ്ഞ അച്ഛനും കണ്ണീർ തുടയ്ക്കുന്നത് കാണേ. എന്താ അച്ഛാ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് രാജീവ് പറയേ. പിന്നെന്താ കണ്ണു നിറഞ്ഞേ എന്ന് നിധിയും. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നീ എന്റെ കൂടെ വരില്ലെന്ന് പറഞ്ഞില്ലേ, അത് പെട്ടെന്ന് ഓർമ്മ വന്നു എന്നച്ഛൻ ഇമോഷണലായി പറയേ. മോളെ ഇതാ ഇപ്പോഴത്തെ പതിവ്, എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോ അത് നിർത്തി ഒറ്റ ഇരിപ്പാ. കാരണം ചോദിക്കുമ്പോ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നത് ഓർമ്മ വന്നു എന്ന് പറയും. എന്തെങ്കിലും ചെയ്ത് അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നത് നിന്റെ അച്ഛന്റെ മനസ്സിൽ നിന്ന് തുടച്ചു കളയണം, അല്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കുമെന്നും എന്ന് ഹേമയും പറയുന്നുണ്ട്. അച്ഛനെ വിട്ട് നീ ഒരിക്കലും പോകുമെന്ന് വിചാരിച്ചില്ല മോളെ. ഇപ്പോഴും എനിക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല, ദിവസവും അത് ആലോചിച്ച് കിടക്കും, ഉറക്കമേ വരാറില്ല എന്നൊക്കെ അച്ഛൻ പറയുന്നത് കേൾക്കെ നിധിയും സങ്കടത്തോടെ അച്ഛന്റെ കൈ ചേർത്ത് പിടിച്ച് സോറി അച്ഛാ എന്ന് പറയുകയാ. സാരയില്ല മോളെ, അത് വിട്ടേക്ക്, മറക്കാന്ന് വിചാരിച്ചാലും മറക്കാൻ പറ്റുന്നില്ല എന്നച്ഛൻ പറയേ. നിധിയും സങ്കടത്തോടെ കണ്ണീർ തുടക്കുകയാ. എല്ലാം കേട്ടുനിന്ന അരുണും ഉണ്ടായ നാണക്കേട് അത്രത്തോളം വലുതായതുകൊണ്ട് കല്യാണത്തിന് വന്നവരോടൊക്കെ അച്ഛൻ തന്നെയല്ലേ മറുപടി പറയേണ്ടി വന്നത്. അന്നു മുതൽ ആളുകളുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ അച്ഛൻ ഓഫീസിൽ വരുന്നതേ കുറവായിരുന്നു. ശരിക്കും പറഞ്ഞ ജീവിതം തന്നെ മാറിപ്പോയതുപോലെയായെന്ന് അരുണും പറയുന്നു. അത് കേൾക്കെ നിധിയും സങ്കടത്തോടെ കണ്ണീർ തുടയ്ക്കുന്നത് കണ്ട് അയ്യോ മോളെ, സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, നീ അങ്ങനെ വിട്ടുപോകുമെന്ന് പ്രതീക്ഷിച്ചില്ല മോളെ. നടന്നതൊന്നും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അന്നത്തിന്റെ മുന്നിൽ വെച്ച് നിന്നെ കരയിപ്പിച്ചൂലേ, പെട്ടെന്ന് അറിയാതെ പറഞ്ഞുപോയി എന്ന് ടെൻഷനോടെ പറയേ. നിധിയും കണ്ണീർ തുടയ്ക്കുകയാ. എല്ലാം കാണുകയായിരുന്ന സാന്ദ്രയും ഇതാണ് ശരിയായ സമയം നിധിയോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് പറ എന്ന് പറയുകയാ സാന്ദ്ര. എന്ന് സമ്മതിച്ച് അച്ഛനോട് അത് അവൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും അരുണിന്റെ മൊബൈൽ റിങ് ചെയ്യുകയാ. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ പറയണം സാർ, കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കിയാലോ സാർ, 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ എന്ന് പറഞ്ഞവനോട് എഴുന്നേറ്റ് പോയി പുറത്ത് മാറി നിന്ന് സംസാരിക്കുകയാ. ഇല്ല സാർ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഒന്ന് അന്വേഷിക്കട്ടെ, ഞാൻ വിളിച്ചിട്ട് തിരിച്ചു വിളിച്ചോളാം സാർ, നിങ്ങൾ ടെൻഷൻ ആവാതെ അവിടെ എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ, തിരിച്ചു വിളിക്കാം ശരിയെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് വീണ്ടും ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കുമ്പോഴേക്കും എന്താ ആരാ വിളിച്ചെന്ന് രാജീവും ചോദിക്കുന്നുണ്ട്. ചെട്ടിയാരുടെ മാനേജറാ എന്നരുൺ പറയേ. എന്തു പറ്റിയെന്ന് രാജീവും. പണവും സ്വർണവുമായിട്ട് സുധീഷ് ഇതുവരെ അവിടെ എത്തിയിട്ടില്ലെന്ന് അരുൺ പറയുന്നത് കേൾക്കെ ടെൻഷനോടെ ഇരിക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുധീഷിനെ അവർ പിടിച്ചുകൊണ്ടുപോയി അവരുടെ താവളത്തിൽ കെട്ടിയിടുന്നതും സുധീഷ് പണവും സ്വർണവുമായി മുങ്ങിയെന്ന് നിധിയെ രാജീവ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.